അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ മിക്കൊരിക്കും അറിയായിരിക്കും പുള്ളിക്കാരനെ. അപ്പൊ ആളുടെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽ പെട്ടു. ചടങ്ങിൽ അപഹാസ്യനായി VC മോഹനൻ കുന്നുമ്മൽ. പാറ്റകളല്ലാത്തവർ ശബ്ദമുയർത്താൻ VC ആവശ്യപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾ മിണ്ടാതിരുന്നു. മോഹനൻ കുന്നുമ്മൽ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും സദസ്സിൽ നിന്ന് പ്രതികരണമുണ്ടായില്ല. പിന്നീട് പ്രസംഗിച്ച ഗവർണർ രാജേന്ദ്ര അർലേക്കറും VCയുടെ പരാമർശം ആവർത്തിച്ചു. നിങ്ങളെ പോലെയുള്ള ആളുകളെ ചില ആളുകൾ എന്താ വിളിക്കുന്നതെന്നറിയാമോ? പാറ്റകൾ. നിങ്ങൾ അതാണോ? നിങ്ങൾ കോക്രോച്ച് ആണോ? നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? നിങ്ങൾ ഈ നാടിന്റെ കരുത്തായ സിംഹങ്ങളാണ്. ശരിയാണോ? നിങ്ങൾ പാറ്റയാണോ സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? പാറ്റ അല്ല എന്ന് പറയുന്നവരല്ല എന്നൊന്ന് ഉറച്ചു പറഞ്ഞേ. പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? അപ്പൊ ഈ പ്രസംഗത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു ജീന പിള്ളേരോട് പറയണത് നിങ്ങൾ പാറ്റകളാവരുത്, സിംഹങ്ങളാവണം. പിന്നെ അത് ആളുടെ പ്രസംഗം കഴിഞ്ഞ പിന്നെ നമ്മുടെ ഗവർണറായിട്ടുള്ള പുള്ളിക്കാരൻ വന്നിട്ട് ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഈ മോഹനൻ കുന്നുമേലിനെ സപ്പോർട്ടായിട്ട് പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ പശ്ചാത്തലം മനസ്സിലാവണം. ഇപ്പൊ ഗവർണർ ഒബിയസ്ലി BJP കാരനാണ്, അല്ലെങ്കിൽ BJP അനുകൂല വ്യക്തിയാണ്. അപ്പൊ ഈ മോഹനൻ കുന്നുമേൽ ഇപ്പോ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹനൻ കുന്നുമേലും ഈ BJP അനുകൂല വ്യക്തിയാണ്. അതെല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരൻ RSS വേദിയിലൊക്കെ പോലും പിന്നെ അതുപോലെ തന്നെ RSS നിലപാടുകൾ അനുകൂലിക്കലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇതിലെ പുള്ളിക്കാർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ കുട്ടികൾ പാറ്റകളെ പോലെ ആവരുത്, സിംഹങ്ങളെ പോലെ ആവണമെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പറഞ്ഞ മനസ്സിലായില്ല. അതായത് നമ്മള് ഒരു എന്താ പറയാ സിംഹം മെന്റാലിറ്റി ആവണം, അല്ലാണ്ട് പാറ്റ കഴുത മാങ്ങ തുരുന്ന ആവരുത്. നമ്മളെപ്പോഴും സിംഹത്തെ പോലെ തന്നെ ആവണം. നല്ലൊരു മെസ്സേജ് ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം പറഞ്ഞത്, അതായത് ഇപ്പൊ CJP പ്രൊട്ടസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, പാറ്റകളുടെ സമരം. അത് BJPക്ക് ഭയങ്കര അടിയുണ്ട്. BJPയുടെ തകർച്ചയ്ക്കുള്ള തുടക്കം എന്നാണ് പലരും അതിനെ വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ. പിന്നെ ഞാൻ വരെ പേഴ്സണലി ഈ CJP പ്രൊട്ടസ്റ്റ് ഇത്രയ്ക്കും ഒരു ഫലം കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതായത് ഒരിക്കലും ഈ BJPക്കാരൊരു അവരുടെ മന്ത്രിനെ രാജിവെപ്പിക്കുന്ന ഞാൻ സ്വപ്നത്തിന് പോലും വിചാരിക്കാത്ത കാര്യം. പറഞ്ഞ മനസ്സിലായില്ലേ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു മോദിക്ക് ഇതിനെ തള്ളിക്കളയെന്ന് വിചാരിച്ചത്. അപ്പോ BJPക്കാര് പേടിച്ച് മുട്ടുമടക്കി അവരുടെ ഒരു മന്ത്രിനെ രാജിവെപ്പിച്ച് ഇത്രയ്ക്കും ഇമ്പാക്ട് ഉണ്ടാക്കി. അത് മാത്രമല്ല, അതിന്റെ ഇമ്പാക്ട് ഒരുപാട് സ്ഥലങ്ങളിൽ BJPയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ദേവൻ എന്ന് പറഞ്ഞ സിനിമാടൻ BJPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, BJP വിട്ടു. അതുപോലെ തന്നെ BJPയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ PC ജോർജ് BJPയിലത്തെ കാര്യങ്ങൾ പുറത്തു പറയണം. അതായത് BJPയിലത്തെ ഇന്ത്യ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളും BJPയുടെ ഉള്ളിൽ തന്നെ പലതരം പ്രശ്നങ്ങൾ ഉത്ഭവിച്ചു തുടങ്ങി ആ ഒരു ഇഷ്യൂവിന്റെ പിന്നാലെ. അപ്പോ അത് ഒരു ടോപ്പിക്. അപ്പൊ ഇതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഹൻ കുന്നുമേൽ ആ പ്രശ്നത്തിൽ പറഞ്ഞ വേറെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും. അതായത് പിള്ളേരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യണം, നന്നായി പഠിക്കണം, ടോപ്പ് ആവണം എന്ന് പറഞ്ഞ അത് നല്ല കാര്യങ്ങൾ. അതായത് പ്രശ്നത്തില് വേറെ പ്രശ്നമില്ല. ഈ പാറ്റ സിംഹം ആ ഒരു വിഷയത്തിൽ മാത്രം രാഷ്ട്രീയമുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ. പുള്ളിക്കാരുടെ രാഷ്ട്രീയം വ്യക്തമാക്കിയതാണ്. അപ്പോ ഇതില് ജനം മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് കേരളം പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, കേരളം എന്ന് പറഞ്ഞ സെക്യുലർ ഫാബ്രിക് ഉള്ള ഒരു സംസ്ഥാനമാണ്. ഒപ്പം തന്നെ ഇടതോട്ടുള്ള ചിന്തയാണ് മിക്ക ആൾക്കാർക്കും. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ ഈ കേരളം പിടിക്കണമെങ്കിൽ പലതരം മാർഗങ്ങളുണ്ട്. എല്ലാം ഒരു പയറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർഗ്ഗമാണ് യുവജനങ്ങൾ. അതായത് ഏതൊരു നാടിന്റെയും കെട്ടുറപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ യുവതലമുറയാണ്. അപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ SFI, DYFI, യൂത്ത് കോൺഗ്രസ്, KSU, അതായത് കോൺഗ്രസിനും CPM ഒക്കെ നല്ല രീതിക്ക് യുവജന സംഘടനകൾ ഭയങ്കര ശക്തിയുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പൊ BJPക്ക് ABVP അങ്ങനത്തെ കുറച്ച് സംഘടനകൾ ഉണ്ടെങ്കിലും അത്രയ്ക്ക് ശക്തിയില്ല. അവർക്കൊരു കുഞ്ഞൊരു ഹിന്ദുത്വ വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊരു എന്താ പറയുക യുവജനങ്ങളിൽ വലിയ ശക്തിയില്ല. പറഞ്ഞ സോഷ്യൽ മീഡിയ എടുത്താലും കോളേജുകൾ എടുത്താലും ഒന്നും വലിയ ശക്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം BJPയുടെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് CPM തകർത്ത് ഹിന്ദു വോട്ടുകളൊക്കെ എങ്ങനെയെങ്കിലും BJPക്ക് മറച്ചാൽ മാത്രമേ അവർക്ക് BJPക്ക് കേരളത്തിലൊരു എഡ്ജ് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ട എന്താ പറയാ യുവജന സപ്പോർട്ട് അത് വേണമെങ്കിൽ ഇവർക്ക് CPM പോലെ തന്നെ SFIയും DYFIയും എന്ന് പറയാൻ പറ്റില്ല, SFI അതായത് കോളേജിലുള്ള രാഷ്ട്രീയം അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം. അല്ലെങ്കിൽ ഈ SFIയിലേക്കുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസ് SFIയുടെ ഇൻഫ്ലുവൻസ് കുറച്ചിട്ട് അല്ലെങ്കിൽ KSUവിന്റെ ഇൻഫ്ലുവൻസ് കുറച്ചിട്ട് BJPക്കാർ KSUവിനേക്കാൾ കൂടുതൽ SFIനെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് ഈ SFIനെ പതുക്കെ അങ്ങോട്ട് നിർവീര്യമാക്കി കളഞ്ഞാൽ മാത്രമാണ് BJPക്ക് യുവതലമുറയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അതിന് വേണ്ടി ആയിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങള് രാഷ്ട്രീയം. അപ്പോ ഇതൊക്കെ ശരിയാവാം, തെറ്റായിരിക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബോധത്തിൽ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ മനസ്സിലാവും, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വായിക്കുക ഓരോ കാര്യങ്ങൾ.
പിന്നെ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളും ഓരോ രാഷ്ട്രീയ പയറ്റുന്ന അടവുകളൊക്കെ ഇതുപോലെ തന്നെയാണ് പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പൊ ലിബറൽ പാർട്ടി ആണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിലും അവിടെ ഓരോ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ വരുത്താൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. അപ്പോൾ രാഷ്ട്രീയം കോളേജുകളിൽ നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയക്കാര് പറയും രാഷ്ട്രീയം കോളേജുകളിൽ വേണ്ടാന്ന്. അങ്ങനെ പറയുന്നത് തന്നെ ഈ നാട് കുട്ടിച്ചോറാക്കാനാ. പറഞ്ഞ മനസ്സിലായില്ലേ. രാഷ്ട്രീയം അതിലോട്ട് പോകാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായി. പഠിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ രാഷ്ട്രീയം കുറച്ചൊക്കെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭാവിയിൽ കുറെ ദോഷം ചെയ്യും. അത് കണ്ടറിയണം കുറച്ചൊക്കെ കാര്യങ്ങൾ. പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പൊ അപ്പൊ ആൾക്കാർ പറയും ചില രാജ്യങ്ങളിൽ ഇപ്പൊ രാഷ്ട്രീയം ഇല്ലല്ലോ എന്നൊക്കെ. രാഷ്ട്രീയ മിക്ക രാജ്യങ്ങളുണ്ട്. അത് വിസിബിളി കൊടി പിടിച്ച് പോകില്ല എന്നൊക്കെ ഉള്ളു. ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ BJP, കോൺഗ്രസ്, CPM പോലത്തെ രാഷ്ട്രീയം അവിടെ ഇപ്പൊ അമേരിക്കയിൽ എടുത്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ്, റിപ്പബ്ലിക്കൻ, ലിബറൽ പറഞ്ഞ മനസ്സിലായി. അപ്പൊ രാഷ്ട്രീയം മിക്കയിടത്തുണ്ട്. പല തലത്തിലായിരിക്കുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ. നമ്മൾക്ക് ഇവിടത്തെ പോലത്തെ ഒരു എക്സ്പോഷർ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഇതില് BJPയുടെ അജണ്ടകളായിട്ട് എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ വിമർശനങ്ങളായാലും എന്ത് തരത്തിലുള്ള വിമർശനങ്ങളായാലും കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ നോക്കുന്നതായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ. എനിക്ക് അറിയാത്ത കാര്യം ഉണ്ടാകും ചിലപ്പോൾ. പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ കമന്റ് രേഖപ്പെടുത്തുക.